ഹായ് എവരി വൺ, വെൽക്കം ടു ദിശ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒത്തിരി കുട്ടികളുടെ ഒരു സംശയം ഷെയർ ചെയ്യാനായിട്ടാണ്. അതായത് എൻ ടി പി സി എന്താണെന്ന് അറിയാലോ അല്ലേ? നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി. ആ എക്സാമിന് ഒരു റെയിൽവേ എക്സാമാണ് എൻ ടി പി സി. അപ്പോൾ എൻ ടി പി സി എപ്പോഴായിരിക്കും എക്സാം നടത്തുക? നിങ്ങൾക്കറിയാം 2019 എൻ ടി പി സി എക്സാം കഴിഞ്ഞ വട്ടം നടന്നിട്ടുള്ളത്. 2019 നടന്നതിന് ശേഷം ആഫ്റ്റർ 5 ഇയേഴ്സ് ഗ്യാപ്പ് ഇപ്പോൾ വീണ്ടും വിളിച്ചിരിക്കുകയാണ് എൻ ടി പി സി. അതിൻ്റെ ഷോർട്ട് നോട്ടീസ് വന്നിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ ഈ വരുന്ന സെപ്റ്റംബർ 14 വരും എന്നാണ് ഷോർട്ട് നോട്ടീസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ സെപ്റ്റംബർ 14 എൻ ടി പി സി വിളിക്കും. അപ്പോൾ എല്ലാവർക്കും ഡൗട്ടാണ്, ഇത്രയും 5 വർഷം ഗ്യാപ്പ് എടുത്തിട്ട് ഇനി എൻ ടി പി സി എക്സാം എപ്പോൾ നടക്കും? എൻ ടി പി സി എക്സാം നോർമലി ആപ്ലിക്കേഷൻ വിളിച്ചതിന് ശേഷം ഒരു 5 to 6 months ശേഷമാണ് നടക്കുന്നത്. ഒരു 4 to 5 അല്ലെങ്കിൽ 5 to 6 months ശേഷമാണ് എക്സാം നടക്കുന്നത്. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക, എൻ ടി പി സി എക്സാംസ് വിളിക്കുന്നതിന് മുന്നേ തന്നെ ALP എക്സാംസ് വിളിച്ചിട്ടുണ്ടായിരുന്നു ജനുവരിയിൽ. അതുപോലെ തന്നെ RRB ടെക്നീഷ്യൻ എക്സാം വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ RPF എക്സാംസും വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് എൻ ടി പി സിയുടെ എക്സാം വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു എക്സാംസ് എല്ലാം നടന്നതിന് ശേഷം മാത്രമേ, ഓർഡറിൽ നടന്നതിന് ശേഷം മാത്രമേ എൻ ടി പി സി എക്സാംസ് നടക്കുള്ളൂ. എന്തായാലും ഒരു 5 months എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് ഇയർ 2025 എൻ ടി പി സി നടക്കുക. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്, എൻ ടി പി സി എക്സാം 5 വർഷത്തിന് ശേഷമാണ് നടത്തുന്നത്. ഇത്രയും പേര് ആ ഒരു 5 വർഷത്തിന് ശേഷം നടത്തുന്നത് കൊണ്ട് തന്നെ ഒത്തിരി പേര് ആഗ്രഹിച്ച ഒരു ജോലിക്ക് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷനാണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ അത്രയും കോമ്പറ്റീഷനും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു 5 മാസം കഴിഞ്ഞ എക്സാം ഇനിയിപ്പോൾ നടന്നില്ലെങ്കിൽ തന്നെ ഒരു ഈ പറയുന്ന എക്സാംസ് ഒക്കെ നടക്കാനുള്ള ആ ഒരു ടൈം എടുക്കുന്നെങ്കിൽ ഒരു 2 to 3 months വീണ്ടും മുന്നോട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ, അപ്പം മൊത്തത്തിൽ ഒരു 8 months ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് എക്സാം നടക്കുന്നതെങ്കിൽ അത് നിങ്ങളൊരു ബോണസ് ആയിട്ട് കരുതിയിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സെറ്റ് ആക്കിക്കോളാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങളുടെ പ്രിപ്പറേഷൻ മാക്സിമം ചെയ്തോളാം. കാരണം ഇത്രയും നാൾ ഒരു ഗ്യാപ്പ് വന്നതുകൊണ്ട് തന്നെ ഒത്തിരി കുട്ടികൾ ഈ RRB എൻ ടി പി സിക്ക് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒത്തിരി നാൾ മുന്നേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചിലവർ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്, ചിലവർ അത് വീണ്ടും കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ടോപ്പിക്ക് കവർ ചെയ്യാനുള്ളൊരു ടൈം ഓൾറെഡി അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ ഒരു 5 മാസം കഴിഞ്ഞ്, എക്സാം കഴിഞ്ഞ ഒരു 5 മാസം കഴിഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ആ ടൈമിനുള്ളിൽ അവർക്ക് മോക്ക് ചെയ്യാനുള്ള ടൈമും കിട്ടും. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു 5 months നിങ്ങളുടെ ടോപ്പിക്സ് എല്ലാം കവർ ചെയ്യുക. സിലബസ് അനുസരിച്ച് ടോപ്പിക്സ് എല്ലാം കവർ ചെയ്യുക. നിങ്ങൾ ഏത് ബുക്ക് യൂസ് ചെയ്യണം, എങ്ങനെ പഠിക്കണം, ഏത് സിലബസ് നോക്കണം, CBT1 CBT2 സിലബസ് എന്തൊക്കെയാണ്, എല്ലാ കാര്യങ്ങളും നമ്മളുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് ആ ഒരു പ്ലേലിസ്റ്റിൽ പോയിട്ട് എൻ ടി പി സി 2.0 പ്ലേലിസ്റ്റ് ഉണ്ട്. അതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് എൻ ടി പി സി അവയർനെസ് നൽകുന്ന ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ആ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ബുക്ക് പഠിക്കണം, എങ്ങനെ പഠിച്ചു തുടങ്ങണം, സ്ട്രാറ്റജി, മാത്സിന്, റീസണിങ്ങിന്, അതുപോലെ തന്നെ ഇംഗ്ലീഷിന്, എല്ലാത്തിനും സ്ട്രാറ്റജീസ് പ്രത്യേകമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ എടുത്ത് വെച്ച് നോക്കി ചെയ്യാവുന്നതാണ്. നിങ്ങളുടേതായ ഒരു സ്ട്രാറ്റജി ഉറപ്പായിട്ട് നിങ്ങൾക്ക് വേണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഈ ഒരു 5 months എക്സാം നടന്നില്ല, ഇനിയും ഒരു 2-3 months മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് നിങ്ങൾക്കൊരു ബോണസ് ആണ്. കാരണം അത്രയും പേര് ഈ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അവരോട് കോമ്പീറ്റ് ചെയ്യാനുള്ള ഒരു ബോണസ് ടൈമായിട്ട് തന്നെ നിങ്ങൾ അതിനെ കണക്കാക്കുക. ഓക്കെ, എന്തായാലും അടുത്ത വർഷം മാത്രമേ എൻ ടി പി സി എക്സാം കാണുള്ളൂ. അപ്പോൾ ആ ടൈം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ALP, അതുപോലെ RRB ടെക്നീഷ്യൻ, RPF എക്സാംസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ എൻ ടി പി സിയുടെ എക്സാം കാണുള്ളൂ. പിന്നെ ഒരു കാര്യം ആലോചിക്കുക, SSC എക്സാംസ് നടത്തിയ പോലെ അടുപ്പിച്ച് CHSL, CGL, MTS എക്സാം, ഇപ്പോൾ CGL കഴിയുമ്പോൾ MTS എക്സാം ഈ മാസം ലാസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അടുപ്പിച്ച് തന്നെ എക്സാംസ് കാണാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു 5 months അല്ലെങ്കിൽ 6 months മാത്രം മൈൻഡിൽ എടുത്താൽ മതി. ബാക്കി കിട്ടുന്ന ടൈം നിങ്ങൾ മോക്കിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചോളാം. ഓക്കെ, അപ്പോൾ എന്തായാലും റെയിൽവേ നല്ല ലാഗ് അടിച്ചിട്ടാണ് എക്സാംസ് എല്ലാം നടത്തുന്നത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്കറിയാം എൻ ടി പി സി എക്സാം എന്ന് പറയുന്നത് അണ്ടർ ഗ്രാജുവേറ്റ്സിന് 18 മുതൽ 33 വയസ്സ് വരെയും, പിന്നെ കൊറോണ റിലാക്സേഷൻ ഉൾപ്പെടുത്തി ഗ്രാജുവേറ്റ് ലെവലിന് 18 മുതൽ 36 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ കോമ്പറ്റീഷൻ അത്രയും കൂടിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, 5 വർഷത്തിന് ശേഷം എക്സാം നടത്തും. 5 വർഷത്തിന് മുന്നേ 2019 30K+ വേക്കൻസീസ് ആയിരുന്നു RRB NTPC വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 5 വർഷം ഗ്യാപ്പ് എടുത്തത് കൊണ്ട് തന്നെ
അത്രയും ടൈമിൽ ഒരു റിക്രൂട്ട്മെന്റ് നടന്നിട്ടില്ലാത്തത് കൊണ്ട് വേക്കൻസി ഉറപ്പായിട്ടും ഇൻക്രീസ് ചെയ്യുമെന്നായിരുന്നു നമ്മുടെ എക്സ്പെക്ടേഷൻ. പക്ഷേ വേക്കൻസി ഇൻക്രീസ് ചെയ്യാതെ 10K പ്ലസ് അല്ലെങ്കിൽ 11K പ്ലസ് വാക്കൻസിയിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ അത്രയും കോമ്പറ്റീഷൻ കൂടി എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ടൈം കിട്ടുകയാണ്, ഈ ഒരു എക്സ്പെക്റ്റഡ് ഡേറ്റ് നമ്മൾ പറയുകയാണ്, ആ ഒരു 8 മാസം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സാം കഴിഞ്ഞിട്ട് ഒരു എക്സാം വിളിച്ചതിന് ശേഷം ആപ്ലിക്കേഷൻ സെപ്റ്റംബർ 14 വിളിച്ചതിന് ശേഷം ഒരു 5 മന്ത്സ് നിങ്ങൾ കണക്കൂട്ടിയാൽ മതി. അതിനുള്ളിൽ എക്സാം നടക്കുന്ന കണക്ക് കൂട്ടി നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പോൾ ആ ഒരു ടൈമിലേക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്തോളാം. ഈ ഒരു 5 വർഷം കൊണ്ട് വേക്കൻസി കൂടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു, പക്ഷേ വേക്കൻസി കുറയുകയാണ് ചെയ്തത്. അപ്പോൾ നെക്സ്റ്റ് ഇയറിലൊരു NTPC എക്സാം ഉണ്ടാകുമോ എന്നുള്ളത് നമുക്കൊരു ചോദ്യചിഹ്നമാണ്. കാരണം 2019 നടന്നിട്ട് 2020, 2021, 2022, 2023 വർഷങ്ങളിലൊന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി നെക്സ്റ്റ് ഇയറിൽ നടക്കുമോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യചിഹ്നമാണ്. അതെല്ലാവർക്കും ഒരു ഡൗട്ടുള്ളതാണ്. ഇനി എത്ര നാൾ കഴിഞ്ഞായിരിക്കും NTPC വിളിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ NTPC എക്സാം എനിക്ക് ക്ലിയർ ചെയ്യണം എന്നുള്ള ആ ഒരു മൈൻഡിൽ തന്നെ നിങ്ങൾ എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. NTPC എക്സാം എന്ന് പറഞ്ഞാൽ അത്ര വലിയ പാടുള്ള എക്സാം ഒന്നുമല്ല. നിങ്ങൾക്ക് +2ലും അതുപോലെ തന്നെ ഡിഗ്രിക്കൊക്കെ നിങ്ങൾക്ക് 10th പഠിച്ച എക്സാം തന്നെയാണ്. ആ കാര്യങ്ങൾ തന്നെയാണ് എക്സാമിന് ചോദിക്കുന്നത്. അത്ര വലിയ പാടുള്ള എക്സാം അല്ല. നിങ്ങളുടെ കുറച്ച് ഹാർഡ് വർക്ക് ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാമാണ് NTPC എക്സാം എന്ന് പറയുന്നത്. ഒരു ആവറേജ് കുട്ടിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ കുറച്ച് ഹയർ ലെവൽ ക്വസ്റ്റ്യൻസും ഉറപ്പായിട്ടും ഈ എക്സാമിൽ കാണും. എങ്കിൽ പോലും നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ സിലബസ് ഒക്കെ കവർ ചെയ്ത് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, 5-6 അല്ലെങ്കിൽ ഒരു 2 to 3 മന്ത്സ് നിങ്ങൾ നല്ല രീതിക്ക് അടുപ്പിച്ച് മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് NTPC എക്സാം. അപ്പോൾ ഇനി നെക്സ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല എനിക്കിനി അടുത്ത വർഷം NTPC എക്സാം ഉണ്ട്, അത് ഞാൻ ക്രാക്ക് ചെയ്യാമെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. അറ്റ് എനി കോസ്റ്റ് നിങ്ങൾക്ക് ഫാമിലി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ സിറ്റുവേഷൻസ് ഇല്ലായിരിക്കും. മേ ബി നിങ്ങളൊരു കുട്ടിയുടെ അമ്മയായിരിക്കാം, അല്ലെങ്കിൽ കുട്ടിയുടെ അച്ഛനായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റി ഇല്ലെങ്കിൽ പോലും നിങ്ങളുടെ മൈൻഡിൽ ഒരു ഗോളുണ്ട്, നിങ്ങൾക്ക് റെയിൽവേയിൽ ഒരു ജോബാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ഗോളിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രയോറിറ്റി മാറ്റേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ അറ്റ് എനി കോസ്റ്റ് എനിക്ക് ഈ ഒരു ജോബ് കിട്ടണം, എനിക്കിനി അടുത്ത വർഷം എന്നുള്ള ഒരു ഓപ്ഷൻ വെക്കാൻ പറ്റില്ല. കാരണം CGL ഒക്കെ നെക്സ്റ്റ് ഇയർ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ MTS നെക്സ്റ്റ് ഇയർ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തിൽ എല്ലാവരും അടുത്ത വർഷം ഞാൻ ഉറപ്പായിട്ട് ക്രാക്ക് ചെയ്യും എന്നുള്ളൊരു വിശ്വാസത്തിൽ എക്സാംസ് നീട്ടി പോവാം. ആ ഒരു ഏജ് അതുപോലെ തന്നെ പോവുകയും ചെയ്യും. പക്ഷേ NTPC എക്സാം, റെയിൽവേ എക്സാംസ് നമുക്ക് അങ്ങനെ ഇപ്പോൾ പറയാൻ പറ്റുന്ന നിലവിലത്തെ സാഹചര്യത്തിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. നെക്സ്റ്റ് ഇയറിൽ ഞാൻ പിടിച്ചോളാം, നെക്സ്റ്റ് ഇയറിൽ ഞാൻ NTPC ക്രാക്ക് ചെയ്തോളാം, നെക്സ്റ്റ് ഇയറിൽ എൻ്റെ സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറഞ്ഞ ഗോൾ ഞാൻ അച്ചീവ് ചെയ്തോളാം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ ഇയറിൽ കിട്ടിയാൽ കിട്ടി. ഇപ്പോൾ 30,000 എന്നുള്ളത് 10,000-ലേക്ക് മാറിയിട്ടുണ്ട്. ഇനി കുറയാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത്രയും നാൾ റിക്രൂട്ട്മെൻറ്റ് നടന്നിട്ട് വേക്കൻസി കൂടിയിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് ഇയറിൽ ഉറപ്പായിട്ടും ഇതിനേക്കാളും താഴെ അല്ലെങ്കിൽ ഇതേ വേക്കൻസി തന്നെ വിളിക്കാനേ ചാൻസ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ അത്രയും കൂടുതലായിരിക്കും. ഒത്തിരി കുട്ടികൾ ഇപ്പോൾ ഗ്രാജുവേഷൻ കഴിഞ്ഞിറങ്ങുകയാണ്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ നെക്സ്റ്റ് വരുന്ന ഒരു എക്സാം, ഇത്രയും നാളും ഒത്തിരി പേര് കാത്തിരുന്ന ഒരു എക്സാമാണ് NTPC എക്സാം. ഒത്തിരി പിള്ളേർ ഈ ഒരു ഓൺലൈൻ വിങ്ങിലും ഓഫ്ലൈൻ ലിങ്കിലും വിളിച്ച് ചോദിക്കുന്നുണ്ട് NTPC എക്സാം എപ്പോഴായിരിക്കും വിളിക്കുന്നതെന്ന്. അപ്പോൾ നമുക്കറിയാം ഒത്തിരി കുട്ടികൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം നിങ്ങൾ അവെയറായിട്ടിരിക്കുക. നിങ്ങളുടെ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സ് വളരെ അധികമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പം നിങ്ങൾ ജസ്റ്റ് എക്സ്പെക്റ്റ് ചെയ്യുക നിങ്ങളുടെ എക്സാം അടുത്ത വർഷമായിരിക്കും, ഒരു 5 to 6 മന്ത്സിനുള്ളിൽ നടക്കും. അങ്ങനെ തന്നെ എക്സ്പെക്റ്റ് ചെയ്തോളാം. ഓക്കെ, അങ്ങനെ തന്നെ പ്രിപ്പയർ ചെയ്തോളാം. നിങ്ങൾക്ക് ഏത് സാഹചര്യത്തിലും പഠിക്കാനായിട്ട് നിങ്ങളുടെ ഹെൽപ്പ് ചെയ്യാൻ ദിശ അക്കാഡമി പുതിയ ഓൺലൈൻ കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. NTPCയുടെ ഓൺലൈൻ കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 6 months വാലിഡിറ്റിയിൽ 499 ആണ് കോഴ്സ് ഫീ വരുന്നത്. അതുപോലെ 1 month വാലിഡിറ്റിയിൽ 599 ആണ് കോഴ്സ് ഫീ വരുന്നത്. അപ്പം നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്, ലൈവ് ക്ലാസ്സസ് ഉണ്ട്. നിങ്ങളൊരു കുട്ടിയുടെ അമ്മയാണ്, നിങ്ങൾക്ക് പഠിക്കാനായിട്ട് നിങ്ങൾ കുഞ്ഞിനെ ഉറക്കിയതിന് ശേഷം നിങ്ങൾക്ക് ടൈമുണ്ട്, എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ ടൈമുണ്ട്. ഓക്കെ, അപ്പം നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഫാക്കൽറ്റീസ് ഒത്തിരി നാളായിട്ട് ഈ എക്സാംസിന് വേണ്ടിയിട്ട് ക്ലാസ്സസ് എടുക്കുന്ന, ആ എക്സാംസ് ഒക്കെ ക്ലിയർ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ആ എക്സാംസിന് വേണ്ടിയിട്ട് കുട്ടികളെ പ്രിപ്പയർ ചെയ്യിക്കുന്ന ഫാക്കൽറ്റീസാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങൾ ഒത്തിരി ബുക്കുകൾ റെഫർ ചെയ്ത്, അല്ലെങ്കിൽ ഒത്തിരി PYQs റെഫർ ചെയ്യുന്നതിനേക്കാളും ഒരു ക്യാപ്സ്യൂൾ രൂപത്തിൽ ഈ കോഴ്സസ് പഠിക്കുന്നത് വഴി കിട്ടും.
ഓക്കെ. പക്ഷേ നമ്മൾ ഫോഴ്സ് ചെയ്യല്ല, NTPC എക്സാംസിൻ്റെ ആ കോഴ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കണം എന്ന് ഫോഴ്സ് ചെയ്യല്ല. പക്ഷേ ദിശ അക്കാഡമി നിങ്ങൾക്കായിട്ട് ഇങ്ങനൊരു കോഴ്സ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ഡീറ്റെയിൽസ് ചോദിക്കാനായിട്ട് ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ചോദിക്കാവുന്നതാണ്. NTPC എക്സാംസിനെ പറ്റിയിട്ട് ലൈവ് ക്ലാസ്സസ് കാണും, അതുപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സസ് കാണും. ലൈവ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് 15 മിനിറ്റ് കഴിയുമ്പോൾ റെക്കോർഡഡ് ക്ലാസ്സസും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ PDF നോട്ട്സ് കിട്ടും, മെൻ്റർ സപ്പോർട്ട് കിട്ടും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് NTPC എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട്. ഈ ഒരു 2024 അല്ലെങ്കിൽ 2025 എക്സാം നടക്കുന്നത്. ഈ 2025 തന്നെ നിങ്ങളുടെ റെയിൽവേ ജോബ് എന്ന് പറയുന്ന ലക്ഷ്യം നിങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു ഓൾ ദി ബെസ്റ്റ് പറയാണ്. നിങ്ങൾക്ക് നല്ല രീതിക്ക് പഠിക്കാൻ പറ്റട്ടെ. ഈ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. ഹാപ്പി ലേണിംഗ്.